താങ്ക് യു സർ. എല്ലാവരും പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്ന പാട്ടിലേക്ക് പ്ലീസ്. ഞാനിവിടെ വന്നപ്പോൾ തന്നെ അറിഞ്ഞു എൻ്റെ അനിയത്തി ലക്ഷ്മി ഇവിടെ കണ്ടസ്റ്റൻ്റ് ആണ്. ലക്ഷ്മി നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. അതിൻ്റെ കൂടെ ലക്ഷ്മിക്ക് നമസ്കാരം. ലക്ഷ്മി പാടാൻ പോകുന്ന പാട്ട് ഏതാണെന്ന് കേട്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. കാരണം കഴിഞ്ഞ ദിവസം ഒരു കോൾ എനിക്ക് വന്നിരുന്നു. എൻ്റെ ഒരു അനിയനാണ് ബാംഗ്ലൂരിൽ നിന്ന്. അപ്പോൾ അയാളുടെ അമ്മയ്ക്ക് വയ്യാതിരുന്നപ്പോൾ ഈ ഒരു അബോധാവസ്ഥയിലിരുന്നപ്പോൾ ഈ പാട്ട് എത്രയോ പ്രാവശ്യം ഇങ്ങനെ CD-യിൽ ഈ പാട്ട് തന്നെ പ്ലേ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവസാനം ആ ബോധാവസ്ഥയിലേക്ക് വന്നു എന്ന്. അപ്പോൾ ഒരുപക്ഷെ ഒരു ജീവൻ പോലും അത് തിരിച്ച് ആ വിളക്ക് ഒന്ന് കത്തിക്കാനായിട്ട് ഈ പാട്ട് സഹായിച്ചിട്ടുണ്ട് എന്നറിയുമ്പോൾ അത് ഏറ്റവും സന്തോഷമുള്ള, അതിന് കിട്ടിയ ആ പാട്ടിന് കിട്ടിയ ഏറ്റവും വലിയ അവാർഡായിട്ട് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ലക്ഷ്മിയുടെ കൂടെയാണ് എനിക്ക് ആ പാട്ട് പാടാൻ ആഗ്രഹമുള്ളത്. എന്തായാലും ലക്ഷ്മി ഇനി പാടുന്നുണ്ട് ആ പാട്ട് അല്ലേ? അതെ അതെ അതെ, അതിലൊരു സസ്പെൻസ് ഉണ്ട്. ആദ്യം ഈ പാട്ട് കഴിഞ്ഞിട്ട് സസ്പെൻസ് ഞാൻ പൊളിക്കാം. ഓക്കെ ഓക്കെ ലക്ഷ്മി റെഡി അല്ലേ? റെഡി. കാറ്റേ 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 നീ പൂക്കാമരത്തില്, കാറ്റേ കാറ്റേ നീ പൂക്കാമരത്തില് പാട്ടും മൂളി വന്നോ, പാട്ടും മൂളി വന്നോ, ഞാലിപ്പൂങ്കതളി ഞാലിപ്പൂങ്കതളി വാഴപ്പൂക്കളിൽ വാഴപ്പൂക്കളിൽ ആകെ തേൻ നിറഞ്ഞോ, ആകെ തേൻ നിറഞ്ഞോ, ആകെ തേൻ നിറഞ്ഞോ, ആകെ തേൻ നിറഞ്ഞോ. ആറ്റ് നോറ്റ് പാടിക്കൊള്ളു. ആറ്റ് നോറ്റ് കാണാമരത്തിന് പൂവും കായും വന്നോ, മീനത്തി വെയിലിൻ ചൂടിൽ തണുതണെ തൂവൽ വീശി നിന്നോ, തൂവൽ വീശി നിന്നോ. താങ്ക് യു ലക്ഷ്മി ശ്രീ. താങ്ക് യു ചേട്ടാ. ചേട്ടാ ഞാനൊരു സസ്പെൻസ് പറഞ്ഞിരുന്നില്ലേ, അത് എന്താണെന്ന് വെച്ചാൽ സാർ തന്നെ സംഗീത സംവിധാനം നിർവഹിച്ച കാറ്റേ കാറ്റേ എന്ന ഒറ്റ ഗാനം കൊണ്ട് തന്നെ വൈക്കം വിജയലക്ഷ്മി പ്രശസ്തയായി തീർന്നു. അതുപോലെ തന്നെ ലക്ഷ്മി ശ്രീയും അത്രയധികം പ്രതിഭാശാലിയാണെന്ന് തെളിയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ലക്ഷ്മി ശ്രീക്ക് ഇവിടെ പിന്തുണ നൽകാൻ എത്തുന്നത്, ഒപ്പം പാടുന്നത് വൈക്കം വിജയലക്ഷ്മി സപ്പോർട്ട് ചെയ്ത അതേ ഗായകൻ. കാറ്റേ കാറ്റേ എന്ന് തുടങ്ങുന്ന ഒരേ ഗാനം കൊണ്ട് മലയാളികൾക്ക് ഇത്രത്തോളം പ്രിയങ്കരനായ ഗായകൻ ശ്രീറാമാണ്. അപ്പോൾ നമുക്ക് സ്വാഗതം ചെയ്യാം ലക്ഷ്മി ശ്രീയോടൊപ്പം ഗാനം ആലപിക്കാനായി ശ്രീറാമിനെ. കാറ്റേ കാറ്റേ നീ പൂക്കാമരത്തിൽ പാട്ടും മൂളി വന്നോ, പാട്ടും മൂളി വന്നോ, ഞാലിപ്പൂങ്കതളി വാഴപ്പൂക്കളി ആകെ തേൻ നിറഞ്ഞോ, ആകെ തേൻ നിറഞ്ഞോ. ആറ്റ് നോറ്റ് കാണാമരത്തിന് പൂവും കായും
ഇന്നലെ എങ്ങോ പോയി മറഞ്ഞു, ഇന്നൊരു സ്വപ്നം കൂടെ വന്നു. വെന്തു കരിഞ്ഞൊരു ചില്ലകളിൽ ചെന്തളിറിൻ തല പൊന്തി വന്നു. കുഞ്ഞിളം കൈ വിശി വിശി ഓടിവായോ പൊന്നുഷസേ, കിന്നരിക്കാൻ ഓമനിക്കാൻ മുത്തണിപ്പൂന്തൊട്ടിലാട്ടി. കാതിൽ തേൻമൊഴി ചൊല്ലാമോ കാറ്റേ കാറ്റേ. കാറ്റേ കാറ്റേ നീ പൂക്കാമരത്തിൽ കാട്ടും മൂളി വന്നോ, ഞാലിപ്പൂങ്കനളി വാഴ പൂക്കളിൽ ആകെ തേൻ നിറഞ്ഞോ, ആകെ തേൻ നിറഞ്ഞോ. വിണ്ണിലെ മാലി കാറൊഴിഞ്ഞു, വെള്ളി നിലാവിൻ തേരുവന്നു. പുത്തരിപ്പാടം പൂത്തുലഞ്ഞു, വ്യാകുലരാവിൻ കോളൊഴിഞ്ഞു. ഈ തിരിപ്പൂ മൊട്ടുപോലെ കാത്തിരിപ്പൂ കൺവിരിയാൻ. കത്തി വരൂ കൊഞ്ചി വരൂ തത്തകളെ അഞ്ചിതമായി. നേരം നല്ലത് നേരാമോ കാറ്റേ കാറ്റേ നീ പൂക്കാമരത്തിൽ പാട്ടും മൂളി വന്നോ. ഞാലിപ്പൂങ്കതളി വാഴ പൂക്കളിൽ ആകെ തേൻ നിറഞ്ഞോ. കാറ്റ് കൊണ്ട് ഈ കാണാമരത്തിന് പൂവും കായും വന്നോ, മീനത്തി വെയിലിൻ ചൂട് തണുതണി തൂവൽ വീശി നിന്നോ, തൂവൽ വീശി നിന്നോ. തൂവൽ വീശി നിന്നോ, തൂവൽ വീശി നിന്നോ. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ജയ്ഹിന്ദ് ടി വിയുടെ ഒഡീസിയ യുവതാരത്തിലേക്ക് എന്നെയും ക്ഷണിച്ചതിൽ നന്ദി അറിയിക്കുന്നു. ഈ ഗാനം ചിട്ടപ്പെടുത്തിയ ശ്രീ എം ജയചന്ദ്രനോടുള്ള എൻ്റെ നന്ദിയും കടപ്പാടും ആദ്യം രേഖപ്പെടുത്തട്ടെ. അദ്ദേഹമാണ് എന്നെ ഈ ഗാനം പാടുവാൻ ക്ഷണിച്ചതും അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഈ വേദിയിൽ ഈ ഗാനം അവതരിപ്പിക്കാനൊരു അവസരം ലഭിച്ചതും. എന്തായാലും എൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞു. ശ്രീ എം ജയചന്ദ്രനുണ്ട്. ഈ പാട്ട് പാടാൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് വൈക്കം വിജയലക്ഷ്മി ആയിരുന്നു. ഇന്ന് ആ സ്ഥാനത്ത് ലക്ഷ്മിശ്രീ ആണ്. ലക്ഷ്മിശ്രീ, സന്തോഷം. ഒരുപാട് സന്തോഷം. എൻ്റെ ജീവിതത്തിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. എന്നാലും ഈ വേദിയിൽ ലക്ഷ്മിശ്രീ നിൽക്കുന്നതും വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്നു. തീർച്ചയായിട്ടും അതെ. അപ്പോൾ പാട്ട് എങ്ങനെയാണ് തുടങ്ങിയത്? കുട്ടിക്കാലം മുതലേ പാടി കുട്ടിക്കാലം മുതലേ പാടും, സംഗീതം പഠിച്ചു. പിന്നെ ശരിക്കും പാട്ടിനോട് വലിയ ഇഷ്ടമാണ്, മ്യൂസിക്കിനോട് ശരിക്കും ഒരു വല്ലാത്ത താല്പര്യമുണ്ട്. ഈ പാട്ട് ഇറങ്ങിയപ്പോഴേ എനിക്ക് ഇഷ്ടപ്പെട്ട് ആഗ്രഹിച്ച് പഠിച്ചതാണ്. പക്ഷേ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല സാറിനോടൊപ്പം ഇത് പാടാൻ സാധിക്കുമെന്ന്. ഈശ്വരൻ അതൊക്കെ ഓരോ അതിനും പറഞ്ഞില്ല, ഓരോ സന്തോഷമുള്ള കാര്യങ്ങളും കൂടെയാണ്. തീർച്ചയായും വലിയൊരു ഭാഗ്യം. പാർവണേന്ദുമുഖി പാർവതി ഗിരീശ്വരന്റെ ചിന്തയിൽ മുഴുകി വലഞ്ഞു. മൈനാകപ്പൊന്മുടിയിൽ പൊന്നുരുകി തൂവിപ്പോയി വിഷുക്കണി കൊന്ന പോലും താലിപ്പൊൻ പൂവണിഞ്ഞു.